എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഷിനോ മാസ്റ്റർ ആള് സ്റ്റുഡൻസിനെ എല്ലാവരെയും വിളിച്ച് ഒരു കുളത്തിനടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനുശേഷം കുറച്ചുപേരെ ആ കുളത്തിന് മുകളിലായിട്ട് നിർത്തും. അവരാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവരുടെ ചക്ര പവറൊക്കെ കൺട്രോൾ ചെയ്ത് അതിന് മുകളിൽ നിൽക്കുകയാണ്. മാസ്റ്റർ പറയും എല്ലാവരും അവരവരുടെ ചക്ര പവർ ഉപയോഗിച്ച് ഇതിന്റെ മുകളിലൂടെ നടക്കാനായിട്ട് ശ്രമിക്കുക. ഉടനെ സാറട അവള് ചോദിക്കും, വെള്ളത്തിന്റെ മുകളിലൂടെ യാത്രയാണെങ്കിൽ നമുക്കൊരു ബോട്ടിന്റെ ആവശ്യമല്ലേ ഉള്ളൂ, വെറുതെ നമ്മൾ കഷ്ടപ്പെടണോ? അത് കേട്ട് ഷിനോ മാസ്റ്റർ ആളിപ്പോ ആളുടെ കംപ്ലീറ്റ് പവർ റിലീസ് ചെയ്ത് അവിടെ ഒരു ഒറ്റ അടി, ആ ഒരു അടിയില് ആ നദി അതങ്ങനെ ഇളകി മറിഞ്ഞ് നമ്മുടെ ആൾക്കാരെല്ലാവരും തന്നെ വെള്ളത്തിലേക്ക് അടിച്ചു വീഴാണ്. ഷിനോ പറയും, വലിയ വലിയ അലകളുള്ള വെള്ളത്തിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ടി വരും, കടലിലൂടെ വളരെ വേഗത്തില് നിങ്ങൾക്ക് ഓടേണ്ടി വരും. അപ്പോഴൊക്കെ ഏത് പ്രതിസന്ധി വന്നാലും നിങ്ങൾ നേരിടാൻ തയ്യാറായിരിക്കണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ സാറട അവളാണെങ്കിൽ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഹായ് ആയിട്ട് നടന്നു പോവാണ്. അപ്പോഴായിരിക്കും അവൾ കാണുക ട്രെയിനിന്റെ മുകളിൽ കയറി അതുവഴി ട്രാവൽ ചെയ്ത് താഴേക്ക് എടുത്തു ചാടുന്ന നമ്മുടെ ബൊറൂട്ടോയെയും ടീമിനെയും. അവരെ കാണുമ്പോൾ തന്നെ അവൾക്ക് മനസ്സിലാവും എന്തോ കുരുത്തക്കടുപ്പിച്ചിട്ടുള്ള വരവാണെന്ന്. ബൊറൂട്ടോ ആണെങ്കിൽ അവളെ കൈകാട്ടി വിളിക്കും. അവൾ പതിയെ നടന്ന് അവരുടെ അടുത്തേക്ക് വരും. അവൾ ചോദിക്കും, നിങ്ങൾ എവിടെ പോയതായിരുന്നു? നിങ്ങൾ ഇത്രയും നേരം എവിടെയായിരുന്നു? അതിന് ബൊറൂട്ടോ പറയും, ഡെങ്കിക്ക് മീൻ പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, സോ ഞങ്ങൾ എല്ലാവരും ഡെങ്കിയെയും കൂട്ടി മീൻ പിടിക്കാൻ പോയതാണ്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ മീൻ പിടിക്കാൻ വരാം. അതിന് സാറട പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ നിങ്ങളെ പോലെ തേർഡ് ക്ലാസ് കുട്ടിയൊന്നും അല്ല, എനിക്ക് ഈ സാധനങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. മാത്രമല്ല ഞാനൊരിക്കലും ട്രെയിനിന്റെ മുകളിൽ കയറി യാത്ര ചെയ്യില്ല, അതിൻ്റെ അകത്ത് കയറിയാണ് യാത്ര ചെയ്യുക. അത് കേട്ട് ബൊറൂട്ടോ അവൻ ചിരിച്ചോണ്ട് പറയും, ആക്ച്വലി ട്രെയിനിന്റെ അകത്തിരിക്കുന്നതിനെ കഴിഞ്ഞ സുഖം ട്രെയിനിന്റെ മുകളിൽ ഇരിക്കുന്നതാണ്. കാറ്റൊക്കെ അടിച്ച് പ്രകൃതിയുടെ ഭംഗിയൊക്കെ കണ്ട് അങ്ങനെ സുഖമായിട്ട് പോവാം. അവളാണെങ്കിൽ വമ്പനൊരു ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് അവിടുന്ന് നടന്നു പോകും. അതിനുശേഷം വീട്ടിലേക്ക് വന്ന് കാര്യമായിട്ട് ഫുഡ് ഉണ്ടാക്കുകയാണ്. അപ്പോഴായിരിക്കും സാക്കുറ അവളിപ്പോ വീട്ടിലേക്ക് കയറി വരിക. സാറയുടെ സാക്കുറയോട് ചോദിക്കും, അമ്മ പോവാനായിട്ട് തയ്യാറായോ? അമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഓൾറെഡി ഞാൻ പെട്ടിയിൽ എടുത്തു വെച്ച് കഴിഞ്ഞു, പോകേണ്ട സ്ഥലങ്ങളും ഇതിൽ ഞാൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു പേപ്പർ കൊടുക്കും. പെട്ടെന്ന് റെഡിയായി ഈനോയുടെ അടുത്തേക്ക് പോ. ഈനോ അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. സാക്കുറയ്ക്കാണെങ്കിൽ സാറടയെ വിട്ടുപോവാൻ ഒരുപാട് വിഷമാണ്. അവൾ ചോദിക്കും, ഞാൻ പോയി വരുമ്പോ നിനക്കിഷ്ടമുള്ള എന്താണ് ഞാൻ വാങ്ങിക്കൊണ്ട് വരേണ്ടത്? അതിനവള് പറയും, എനിക്ക് എന്റെ പപ്പയെ കൊണ്ടുതരുമോ? ഇത് കേട്ട് സാക്കുറ അവള് ഷോക്കാവും. ഉടനെ സാറട ചിരിച്ച് സാക്കുറയുടെ മുഖത്ത് തട്ടി അങ്ങനെ ആശ്വസിപ്പിക്കും. അപ്പോഴായിരിക്കും അടുത്തുള്ള ഒരു ചെറിയ സഞ്ചി സാക്കുറ കാണാം. ഓ, ഇത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ എന്ന് ചോദിച്ച് അവൾ അത് പോയി എടുക്കും. സാറടയാണെങ്കിൽ ആ സഞ്ചി വാങ്ങി അതിലെന്താണെന്ന് നോക്കും. ഉടനെ സാക്കുറ പറയും, അത് കീറിപ്പോയ ഒരു പാവയാണ്, അത് ഞാൻ റെഡിയാക്കി അതിന്റെ ഉടമസ്ഥന് തിരികെ കൊടുക്കാൻ പോവാണ്. സാറടയ്ക്കാണെങ്കിൽ ആ പാവ ഒത്തിരി ഇഷ്ടാവും. സാറട പറയും, ഈ ഒരു പാവ അത് ഞാൻ തന്നെ ഉടമസ്ഥന്റെ കയ്യിൽ കൊടുത്തോളാം. അത് കേട്ട് സാക്കുറ അവൾ ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോൾ ഡോറിൽ ആരോ നോക്ക് ചെയ്യുന്ന സൗണ്ട് കേൾക്കും. അവൾ ഡോർ തുറന്നു നോക്കും, മറ്റാരുമല്ല സാക്ഷാൽ ഈനോ. അങ്ങനെ രണ്ടുപേരും ഇപ്പൊ യാത്രയൊക്കെ പറഞ്ഞ് അവിടുന്ന് കടന്നു പോകും. അല്പസമയം കഴിഞ്ഞ് സാക്കുറ അവൾ വീണ്ടും ഇപ്പൊ സാറടയെ കോൾ ചെയ്ത് ആ പാവയുടെ കാര്യം ഓർമ്മിപ്പിക്കും. സാറട ഒരു കാരണവശാലും ആ പാവ കൊടുക്കുന്ന കാര്യം മറന്നു പോവരുത്. സാറടയാണെങ്കിൽ അതിനോക്കെ പറഞ്ഞ് ആ സഞ്ജുവായി റെയിൽവേ സ്റ്റേഷനിലേക്ക് വരും. സഞ്ജി ബെർത്തിന് മുകളിൽ വെക്കുമ്പോഴായിരിക്കും ഒരു ലെറ്റർ അതിൽ നിന്ന് താഴേക്ക് വീഴുക. അത് സാക്കുറ എഴുതിയ ഒരു ലെറ്ററാണ്. സാറട, നിന്നെപ്പോലെ ഒരു മകളെ കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നീ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയാണ് ഓർമ്മ വരുന്നത്. സോ നീ എന്നും ഇങ്ങനെ മിടുക്കിയായിരിക്കണം എന്നായിരിക്കും ആ ലെറ്ററിൽ ഉണ്ടാവുക. അവൾ ആ ലെറ്റർ വായിച്ച് തീരുമ്പോഴേക്കും അവളുടെ സ്റ്റോപ്പ് എത്തിയിരിക്കും. ആരുടെ ചാടി എഴുന്നേറ്റ് ഡോർ തുറന്ന് പുറത്തേക്ക് എടുത്ത് ചാടും. പക്ഷെ അപ്പോഴായിരിക്കും എർത്തിന് മുകളിൽ അവൾ വെച്ച ആ ഒരു സഞ്ചി അത് അവൾ എടുക്കാൻ മറന്നുപോയി എന്ന കാര്യം അവൾ ഓർക്കുക. അവൾ തിരിഞ്ഞ് ആ ട്രെയിനിലേക്ക് കയറാൻ നോക്കുമ്പോഴേക്കും ട്രെയിൻ അവിടെ വിട്ട് പോയിട്ടുണ്ടാവും. അവൾ ഒരു സെക്കൻഡ് ഇപ്പൊ ചുറ്റും നോക്കും. അവിടെ മുഴുവൻ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. അതിന്റെ മുകളിലൂടെ എല്ലാം ഓടിച്ചാടി പോവാണെങ്കിൽ ഒരു പക്ഷേ ആ ട്രെയിൻ പിടിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ഞാൻ ചെയ്ത ഞാനും ആ കുരുത്തം കെട്ട ബറൂട്ടോയെ പോലായി തീരും. ഉടനെ നമ്മുടെ ഷിസുൻ അവളിപ്പോ സാറടയെ കണ്ട് അവളുടെ അടുത്തേക്ക് വരും. ഷിസുൻ കാര്യം അന്വേഷിക്കും. അവള് പറയും, ഒന്നുമില്ല, ഞാൻ ഇതുവഴി വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ്, എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞ് അവളിപ്പോ ഉഷാറായിട്ട് അവിടുന്ന് ഓടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ചെക്കന്മാര് അവരാണെങ്കിൽ മീൻ പിടിക്കാനായി ഏതോ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. കട്ട് ചെയ്ത സാറട അവൾ ഓടി ഓടി
അടുത്ത സ്റ്റേഷനിലേക്ക് എത്തും. പക്ഷെ അപ്പോഴേക്കും അവിടെ നിന്നും ആ ട്രെയിൻ അത് കടന്നു പോയിരിക്കും. അവൾ വീണ്ടും വിട്ടുകൊടുക്കാതെ അടുത്ത സ്റ്റേഷൻ ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അവൾ ലോങ് ഷോട്ടിലായിട്ട് ആ ട്രെയിൻ കാണും. അവൾ അങ്ങനെ ഓടി വന്ന് ഒരു ബിൽഡിങ്ങിന്റെ മുകളിലൂടെ എടുത്തു ചാടി ആ ട്രെയിനിന്റെ മുകളിൽ ഇപ്പൊ കറക്റ്റ് ആയിട്ട് ലാൻഡ് ചെയ്യും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ആ ട്രെയിനിന്റെ അകത്തുള്ള പാസഞ്ചേഴ്സിനെ കാണിക്കും. ആ ട്രെയിനിലാണ് നമ്മുടെ ബൊറൂട്ടോയും ടീമും ഇപ്പൊ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഷിക്കടയ്ക്ക് എന്തോ സംശയം തോന്നി അവൻ ജനലിലൂടെ മുകളിലേക്ക് നോക്കും. ഉടനെ സാറട അവള് ഷോക്കായിട്ട് അങ്ങനെ ട്രെയിനിന്റെ മുകളിൽ കിടക്കും. ജസ്റ്റ് മിസ്, ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവൻ എന്നെ കണ്ടേനെന്ന് പറഞ്ഞ് അവൾ ചുറ്റും നോക്കും. ആ കാഴ്ചകളൊക്കെ അവൾക്ക് ഒരുപാട് ഇഷ്ടാവും. മാത്രമല്ല നല്ല കാറ്റൊക്കെ അടിച്ച് ബൊറൂട്ടോ പറഞ്ഞതുപോലെ തന്നെ മുകളിൽ ട്രാവൽ ചെയ്യാൻ നല്ല സുഖമുണ്ട്. ഇവിടെ ഷിക്കടയാണെങ്കിൽ ബൊറൂട്ടോട് പറയും, മുകളില് സാറടയെ പോലെ ആരോ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അത് കേട്ട് ബൊറൂട്ടോയും ടീമും ഷോക്കാവും. അവരുടനെ മുകളിലേക്ക് കയറി വരും. അവരോരോ ഭാഗത്തേക്ക് വരുംതോറും സാറട അവളങ്ങനെ മാറി മാറി ഇപ്പോ ട്രെയിനിൽ തൂങ്ങിക്കിടക്കുകയാണ്. ഷിക്കടയാണെങ്കിൽ ഗേൾസിന്റെ പോലത്തെ ചെരുപ്പിന്റെ കാൽപ്പാട് കാണിച്ചു കൊടുക്കും. ബൊറൂട്ടോയും ടീമും അവളെ കാണും എന്നൊരു ഘട്ടം എത്തുമ്പോ അവളിപ്പോ താഴേക്ക് എടുത്തു ചാടും. പക്ഷെ അവൾ എടുത്തു ചാടുന്നത് ചോച്ചോയുടെ മുൻപിലേക്കായിരിക്കും. അവളിപ്പോ അവളുടെ കാലിൽ വീണ് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് ചോച്ചോ ഈ കാര്യം അത് നീ ആരോടും പറയരുത്. ചോച്ചോ പറയും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനിതൊന്നും ആരോടും പറയാൻ പോകുന്നില്ല. സത്യത്തിൽ നീ ആ ട്രെയിനിന്റെ മുകളിൽ കയറി എവിടേക്ക് പോയതാണ്? ഉടനെ സാറട അവൾ നടന്ന എല്ലാ കാര്യങ്ങളും ചോച്ചോയോട് പറയും. നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, നിന്നെ ഞാൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ചോച്ചോ അവൾ സാറുടെയും കൂട്ടിക്കൊണ്ട് ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് വരും. ഇവിടെയാണ് ആക്ച്വലി ട്രെയിനിൽ വെച്ച് ആരെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ മറന്നു വെച്ചാ അത് ഏൽപ്പിക്കുന്ന സ്ഥലം. സോ നീ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നിന്റെ സാധനം അതിവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരത് തിരികെ തരും. സാറടയ്ക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കരമായിട്ട് ആത്മവിശ്വാസം തോന്നും. അവൾ അതിന്റെ ഡീറ്റെയിൽസ് അതൊന്നൊന്നായി കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. ഉടനെ ആ ഉദ്യോഗസ്ഥൻ അവളുടെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു സഞ്ചി അതെടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കും. അവക്കാണെങ്കിൽ ഭയങ്കര സന്തോഷാവും. അവൾ ആ കെട്ടഴിച്ച് അതിലെ പാവയെ നോക്കും. ആ പാവയെ കണ്ട് അവൾ ഷോക്കാവും. കാരണം അവൾ കൊണ്ടുപോയ പാവയല്ല, അതിൻ്റെ അകത്ത് മോൺസ്റ്റർ ഫേസ് ഉള്ള മറ്റൊരു പാവ. ചോയ്ക്കാണെങ്കിൽ അതിനെ കണ്ട് കുറച്ച് പേടിയാവും. സാറട പറയും, എന്റെ സഞ്ചി അതിതല്ല, അതിൻ്റെ അകത്തുണ്ടായിരുന്ന പാവ അത് വേറെയായിരുന്നു. അത് കേട്ട ഓഫീസർ ആൾ ഷോക്കാവും. ഇനി ഒരു പക്ഷെ ഞാൻ ഈ സഞ്ചിക്ക് പകരം നിന്റെ സഞ്ചി അത് വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടാവോ, എനിക്ക് തെറ്റുപറ്റിയതായിരിക്കോ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ ടെൻഷനായി നിൽക്കും. അത് കേട്ട് ചോച്ചോ അവൾ സാറടയും കൂട്ടി ആ സഞ്ചിയും എടുത്ത് ഒരു ഗ്രാൻഡ് മേർ അടുത്തേക്ക് വരും. അവൾ സാറടയോട് പറയും, നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഈ ഗ്രാൻഡ് മേർ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ റിയൽ ഓണർ അതാരാണെന്ന് അവർ കണ്ടുപിടിച്ചു തരും. സോ അതിനുശേഷം ഇത് അവർക്ക് കൊടുത്ത് നമ്മുടെ സഞ്ചി അത് തിരികെ മേടിക്കാം. ഗ്രാൻഡ് മേ ആണെങ്കിൽ ആ ഒരു പാവ എടുത്ത് പരിശോധിക്കും. അതിനുശേഷം നമ്മുടെ ആൾക്കാരോട് പറയും, ഹിഡൻ വാട്ടർഫോൾസിലുള്ളവര് യൂസ് ചെയ്യുന്ന പാവയാണിത്. ആക്ച്വലി മരിച്ചവർക്ക് വേണ്ടിയുള്ള കർമ്മം ചെയ്യാനാണ് ഇത്തരത്തിലുള്ള പാവകൾ അവർ യൂസ് ചെയ്യുന്നത്. അവർ ഈ പാവകളെല്ലാം തന്നെ വെള്ളത്തിലൂടെ ഒഴുക്കിവിടും. അങ്ങനെയാണ് മരിച്ചവർക്ക് ശാന്തി കിട്ടി എന്ന് വിശ്വസിക്കുക. സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ പാവയെ തിരികെ കിട്ടും. കേൾക്കേണ്ട താമസം ചോച്ചോയും സാറടയും അവർ രണ്ടുപേരും ഇപ്പൊ ഉഷാറായിട്ട് അവിടേക്ക് ഓടാൻ തുടങ്ങും. അതേസമയം മറ്റൊരു ഭാഗത്ത് ഈനോയും സാക്കുറയും അവർ രണ്ടുപേരും അവരുടെ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ ഏതൊക്കെയോ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഉടനെ ഈനോ അവളിപ്പോ സാക്കുറയോട് ചോദിക്കും, നിനക്ക് ഈ സ്ഥലം അതേതാണെന്ന് ഓർമ്മയുണ്ടോ? ആക്ച്വലി സാക്കുറ, നീയും സാസുകയും നിങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ഡേറ്റിന് ഇവിടേക്കാണ് വന്നത്. സാക്കുറയ്ക്കാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. ഇതാണോ ആ സ്ഥലം? വാവ്, ഈ സ്ഥലം എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവൾ ആ ബെഞ്ചിൽ പോയിരിക്കും. ഈനോ ആണെങ്കിൽ സാക്കുറയുടെ സ്വപ്നത്തിലെ ഒരു കട്ടറും ഭാവം പാടില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് മാറിപ്പോവും. ഉടനെ സാക്കുറ അവളിപ്പോ അവളുടെ പഴയ പ്രണയം അതങ്ങനെ പാലരുവിയാക്കി ഒഴുക്കി സാസുകയെ ഓർത്ത് ആ ബെഞ്ചിലിരിക്കും. കട്ട് ചെയ്ത ഇവിടെ ഓരോരുത്തരായി ആ പാവ വെള്ളത്തിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈനോടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പാവയും ഇപ്പൊ വെള്ളത്തിലേക്ക് വിടും. കറക്റ്റ് ടൈമില് ചോച്ചയും സാറുടെയും അവർ രണ്ടുപേരും ഇപ്പൊ അവിടേക്ക് ഓടിയെത്തും. അവരോടി വരുമ്പോഴേക്കും അവരുടെ പാവ അതങ്ങനെ ഒഴുകി പോവാണ്. സാറട പറയും, എനിക്ക് എങ്ങനെയെങ്കിലും അത് തിരികെ പിടിക്കണം. സാറട ഫുൾ സ്ട്രെങ്തില് അവളുടെ ചക്ര പവറൊക്കെ കൺട്രോൾ ചെയ്ത് ഇപ്പൊ വെള്ളത്തിലൂടെ നടക്കാൻ തുടങ്ങും. സാറട ആണെങ്കിൽ ഒരു വിധത്തില്
ആ പാവ കയ്യിലെടുക്കും. പക്ഷെ അപ്പോഴായിരിക്കും ദൂരത്തായിട്ട് ചൂണ്ടയിടുന്ന നമ്മുടെ ആൾക്കാരെ കാണുക. അവരെ കണ്ട് സാരയുടെ കൺട്രോൾ പോവും. അവള് താഴേക്ക് വീഴും. അവൾ ആ പാവ എടുത്ത് ചോച്ചോടെ അടുത്തേക്ക് വലിച്ചെറിയും. ചോച്ചോ കറക്റ്റ് ആയിട്ട് അത് ക്യാച്ച് ചെയ്യും. പക്ഷെ എന്താ, നമ്മുടെ സാരട അവളാണെങ്കിൽ വെള്ളത്തിൽ മുങ്ങിപ്പോവും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ചെക്കന്മാരാണെങ്കിൽ വമ്പൻ ആവേശത്തില് മീൻ പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴായിരിക്കും അവരുടെ ചൂണ്ടയിൽ എന്തോ കാര്യമായിട്ട് കൊളുത്തിയെന്ന് ഡെങ്കിക്ക് പിടികിട്ടുക. ഡെങ്കി ആ ചൂണ്ട പിടിച്ച് മുകളിലേക്ക് ആഞ്ഞു വലിക്കും. ഇതിൽ കുടുങ്ങിയത് മറ്റാരുമല്ല, സാക്ഷാൽ സാരട. ചെക്കന്മാര് ഷോക്കായിട്ട്, സാരടാ നീ എങ്ങനെ ഈ വെള്ളത്തിൽ വന്നു? അതിനവള് പറയും, എനിക്കാണെങ്കിൽ എൻ്റെ ബോഡിയിൽ ഭയങ്കര ചൂട് അനുഭവപ്പെട്ടു, അതുകൊണ്ട് വെള്ളത്തിൽ കുളിക്കാൻ ഇറങ്ങിയതാണ്. ഉടനെ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ ഹോസ്പിറ്റലില്. സാരട കറക്റ്റായി സാക്കുറ പറഞ്ഞ കുഞ്ഞിനെ കണ്ടെത്തി അവളുടെ പാവ ഇപ്പൊ അവളുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കും. ആ കുഞ്ഞിപ്പെണ്ണിനാണെങ്കിൽ ആ പാവ കണ്ട് ഒരുപാട് സന്തോഷാവും. ഇവിടെ സാരട അവളാണെങ്കിൽ അത് കൊടുക്കാൻ കഴിഞ്ഞ സന്തോഷത്തില് വീട്ടിലേക്ക് തിരികെ എത്തും. കറക്റ്റ് ടൈം നമ്മുടെ സാക്കുറ അവൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി. അവർ രണ്ടുപേരും ഫുൾ എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.